ഇനി അടുത്തൊരു കണ്ടീഷൻ കൂടെ നമ്മൾക്ക് കാണാനുണ്ട്, വിച്ച് ഇസ് അഡ്ഹസീവ് ബവൽ ഒബ്സ്ട്രക്ഷൻ. സോ അഡ്ഹസീവ് ബവൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ അഡ്ഹഷൻസ് മൂലം അല്ലെങ്കിൽ അബ്ഡോമിനൽ ബാൻസ് മൂലം ഉണ്ടാവുന്ന ഒരു ഒബ്സ്ട്രക്ഷനാണ് അഡ്ഹസീവ് ബവൽ ഒബ്സ്ട്രക്ഷൻ. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അബ്ഡോമിനൽ സർജറീസിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് അഡ്ഹഷൻസ് ഉണ്ടാവുക. സോ അഡ്ഹസീവ് ഇൻഡസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ is an inevitable complication of abdominal surgeries. So they develop after abdominal surgery as a part of the normal healing process that occurs after the damage to the peritoneum. So ഏതെങ്കിലും ഒരു അബ്ഡോമിനൽ സർജറി കഴിഞ്ഞിട്ട് നോർമൽ ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഈ അഡ്ഹഷൻസ് ഡെവലപ്പ് ചെയ്യുക. So it has high morbidity associated with poor quality of life and predisposition to repeated hospitalization. സോ ഇങ്ങനെ അബ്ഡോമിനൽ അഡ്ഹഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണമുണ്ട്, ലൈക്ക് പുവർ ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് പ്രീഡിസ്പോസിഷൻ ടു റിപ്പീറ്റഡ് ഹോസ്പിറ്റലൈസേഷൻ. സോ ഈ കുട്ടികൾക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻസ് വേണ്ടി വരും. Coming to the management of adhesions, initially we will try with water soluble contrast media like gastrographin enema, because this helps in the redistribution of the intravascular and the extracellular fluid into the intestinal lumen because of their hyperosmolarity, thereby decreasing the intestinal wall edema and acting as a direct stimulant to the intestinal peristalsis. സോ ഇവിടെ ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമ കൊടുക്കാനുള്ള കാരണം ഇത് ഹൈപ്പർ ഓസ്മോളാർ ഇൻ നേച്ചർ ആണ്. ഹൈപ്പർ ഓസ്മോളാർ ആയതുകൊണ്ട് ഇത് ഇൻറ്റസ്റ്റൈനൽ ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇൻറ്റസ്റ്റൈനൽ വാളിൻ്റെ അവിടെ ഉണ്ടാവുന്ന ആ ഒരു എഡിമയൊക്കെ കുറയും, കാരണം ആ റീജിയനിൽ നിന്നാണ് വെള്ളം ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യുക. അങ്ങനെ അത് പെരിസ്റ്റാൾസിസിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇനീഷ്യൽ മാനേജ്മെൻറ്റിൽ ഗ്യാസ്ട്രോഗ്രാഫിൻ എനിമ കൊടുക്കുന്നത്. സോ very few children, that is 6 to 7% of the children, they require emergency surgery, which is laparotomy, and adhesiolysis is done, which is the treatment of choice. സോ അഡ്ഹഷൻ ഉണ്ടെങ്കിൽ ഈ എനിമ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വൺ ടൈം മാനേജ്മെൻറ്റിന് മാത്രമേ ഉപകാരപ്പെടുള്ളൂ. അൾട്ടിമേറ്റ്ലി വി ഹാവ് ടു ഡു എ ലാപ്രോട്ടമി ആൻഡ് അഡ്ഹസിയോലൈസിസ് ഇൻ ഓർഡർ ടു റിവൈവ് ദ കണ്ടീഷൻ. സോ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സർജറി എമർജൻസി ആയിട്ട് ചെയ്യുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, the child has pneumoperitoneum if there is excessive collection of gas within the peritoneum. If the child has fixed dilated bowel loop, so bowel loop dilated ആണ്, അത് ഫിക്സഡ് ആണെങ്കിൽ പോസിസിറ്റി ഉണ്ട്, ഗ്യാസസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല, അത് എപ്പോഴും ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ. ഇഫ് ദർ ഇസ് അബ്ഡോമിനൽ വാൾ ഡിസ്കളറേഷൻ, അബ്ഡോമിനൽ വാളിന് ഏതെങ്കിലും തരത്തിലുള്ള കളർ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ, ആ കളർ ചേഞ്ച് എന്തിനെ കാണിക്കും? നെക്രോസിസിന് മുന്നോടിയായിട്ടുണ്ടാവുന്ന ഇഷീമിയനെയാണ് ഈ കളർ ചേഞ്ച് കാണിക്കുക. If the condition of the child deteriorate or if there is no improvement with the conservative therapy. So these are the situations when surgery is done. Surgery എന്ന് പറയുന്നത് explorative laparotomy along with adhesiolysis. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, how do you manage intestinal obstruction? സോ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഈ കണ്ടീഷൻ എല്ലാം കൂടെ എഴുതാൻ പറ്റില്ല. ആ മാനേജ്മെൻറ്റിൽ നിങ്ങൾ എഴുതേണ്ട കാര്യമാണ് ഇവിടെ. ദ ഇനീഷ്യൽ തിങ് ദാറ്റ് ഇസ് ടു ബി ഡൺ ഇസ് ജനറൽ സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ്. സോ ഇവിടെ ഒന്നും മുകളിലെ ഹെഡിങ്ങിൻ്റെ അവിടെ ഒന്ന് കുറിച്ചിടുക. മാനേജ്മെൻറ്റ് ഓഫ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ താഴെ നിങ്ങൾ എഴുതേണ്ട കാര്യങ്ങളാണ് ഈ താഴെ പറയുന്നത്. So in the general supportive management, the first thing is you have to resuscitate the child. So resuscitation le nammal cheya, the child is placed on NPO or nil per orally. You have to establish an IV line
and initiate IV fluid therapy. Monitor the intake and output of the child. ചിലപ്പോൾ പെരിറ്റോണൈറ്റിസ് അല്ലെങ്കിൽ നെക്രോസിസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ബ്ലഡ് ലീക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യു ഹാവ് ടു ഡു എ ക്രോസ് ടൈപ്പിംഗ് ആൻഡ് ക്രോസ് മാച്ചിങ് ഓഫ് ദ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് ദ ചൈൽഡ്. ഇൻറ്റസ്റ്റൈനൽ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഡീകംപ്രഷൻ ചെയ്യണം. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് നേരത്തെ അറിയാം. എന്താ ചെയ്യുക? ഒരു സക്ഷൻ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്ത ശേഷം സക്ഷനുമായിട്ട് അത് അറ്റാച്ച് ചെയ്യും. എന്നിട്ട് അത് കണ്ടിന്യൂസ് ലോ പ്രഷറിൽ വെക്കും. ദർ ഷുഡ് ബി കണ്ടിന്യൂസ് NG ഡ്രെയിനേജ് ആൻഡ് ആസ്പിറേഷൻ. സോ NG ട്യൂബ് ഇവിടെ കണ്ടിന്യൂസ് ഡ്രെയിനേജിലിടും. അതുപോലെ തന്നെ അതിൻ്റെ പേറ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആസ്പിറേറ്റ് ചെയ്ത് നോക്കും. ബ്രോഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്സ് ആർ ഇനീഷ്യേറ്റഡ് in order to prophylactically in order to avoid infections. സോ റെസസിറ്റേഷനിൽ ഇതുവരെ പറഞ്ഞത് NPO IV ലൈൻ ഇടും, IV ഫ്ലൂയിഡ്സ് സ്റ്റാർട്ട് ചെയ്യും, ഇൻടേക്ക് ഔട്ട്പുട്ട് മോണിറ്റർ ചെയ്യും, ബ്ലഡിൻ്റെ ക്രോസ് ടൈപ്പിങ്ങും ക്രോസ് മാച്ചിങ്ങും ഒക്കെ ചെയ്തു വെക്കും, ഇൻറ്റസ്റ്റൈനൽ ഓർ അബ്ഡോമിനൽ ഡീകംപ്രഷൻ ചെയ്യും, NG ട്യൂബ് കണ്ടിന്യൂസ് ഡ്രെയിനേജിൽ ഇടും, ഇടയ്ക്കിടയ്ക്ക് NG ട്യൂബ് ആസ്പിറേറ്റ് ചെയ്യും, ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്യും. So the conservative management usually is done for 6 to 12 hours in early simple mechanical obstructions. So blood supplyക്ക് കുഴപ്പമൊന്നും ഇല്ല എങ്കിൽ നമ്മൾ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് ദാറ്റ് ക്യാൻ ബി മാനേജ്ഡ് ടിൽ 12 hours, 6 to 12 hours വരെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് മാത്രമാണ് നമ്മൾ നോക്കുക ഇൻ കേസ് ഓഫ് സിമ്പിൾ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ വേർ ദ ബ്ലഡ് സപ്ലൈ ഇസ് നോട്ട് കോംപ്രമൈസ്ഡ്. ഇനിയിപ്പോൾ മാക്സിമം ഒരു കുട്ടീനെ കൺസർവേറ്റീവ് മാനേജ്മെൻറ്റിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 to 48 hours ആണ്. ഈ 48 hours ശേഷം ഒരു കുട്ടിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ്. ഓൾവേസ് ലുക്ക് ഫോർ സൈൻസ് ഓഫ് സ്ട്രാങ്കുലേഷൻ, അതായത് ബ്ലഡ് ഇമ്പയർമെൻറ്റ്, ബ്ലഡ് സർക്കുലേഷനിൽ എന്തെങ്കിലും ഇമ്പയർമെൻറ്റിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കണം. Closely monitor the vitals of the child. So that was about the conservative management. പിന്നെ സർജിക്കൽ മാനേജ്മെൻറ്റ് ഓരോ കണ്ടീഷനും വെവ്വേറെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുക നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ. Coming to the nursing care of a child with intestinal obstruction, the various things that is to be done are help in the diagnosis of intestinal obstruction through a careful history collection and a proper physical examination. Identification of defects in the newborn, like ഏതെങ്കിലും തരത്തിലുള്ള ഡിഫക്റ്റ് കൊണ്ടാണോ കുട്ടിക്ക് ഈ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത് എന്ന് ഒബ്സർവ് ചെയ്യുക. ലൈക്ക് അനറെക്ടൽ മാൽഫോർമേഷൻ, failure to pass meconium or any kind of fistulas. Prepare the child and the parents for immediate hospitalization. Pre-operative preparation of the child, where you have to do the conservative management like keeping the child nilper orally. Do all the routine lab investigations. You have to get a signed informed consent from the parents. And the various pre-operative nursing diagnosis include potential for electrolyte imbalance due to vomiting, intestinal perforation and NG tube aspiration. അപ്പോൾ ആ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസിനെ ഒന്ന് ടാലി ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ: യു ഹാവ് ടു മോണിറ്റർ ഫോർ എനി സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് പെർഫറേഷൻ, ഇനീഷ്യേറ്റ് ഫ്ലൂയിഡ് റെസിസിറ്റേഷൻ ത്രൂ IV ലൈൻ. You can start IV fluids, whole blood or plasma according to the condition of the child. Monitor the intake and output chart. Blood investigations are to be done in order to check for the electrolyte imbalance. NG replacement is to be done with the help of IV fluids. Look for signs and symptoms of an electrolyte imbalance. Monitor for dehydration or fluid overload. So these are the few things that can be done in order to correct the electrolyte and fluid imbalance. Coming to the post-operative care of a child with intestinal obstruction, monitor the vitals, monitor the sutures,
and